ഇന്ന് നമുക്കൊരു വെളിച്ചെണ്ണ കാച്ചിലിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. തേങ്ങാപ്പാലിൽ നിന്ന് ഉരുക്കി എടുക്കുന്നതാണ്. ഇച്ചാപ്പിക്ക് കുഞ്ഞുനാൾ മുതൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഉണ്ടാക്കാൻ സമയമുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കും. നോമ്പായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഉണ്ടല്ലോ. ആ കൊത്ത് വെച്ചിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ഇടയ്ക്കിടയ്ക്ക് 1 വീക്കിൽ ഒരിക്കലൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അമീറയുടെ ഫ്രണ്ട്സിന് നോമ്പുറായിരുന്നു കേട്ടോ. അതിനായിട്ട് ഞാൻ ജ്യൂസൊക്കെ കലക്കി വെക്കുകയാണ്. 6 മണിക്കാണ് വന്ന് കയറിയത്. അതിൻ്റെതായ രീതിയിലുള്ള വഴുക്ക് ഉമ്മിയുടെ കയ്യിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അത് മൈൻഡ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് ജ്യൂസൊക്കെ കലക്കി വെച്ചു. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ ഷോ കാണിക്കുകയാണ്. ഈ ഷോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ചീത്ത ഒരു സൈഡിൽ കൂടെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഷോ കാണിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അടുക്കി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ മെയിൻ പരിപാടിയാണ്. ഉമ്മിക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്ര നീറ്റായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട് തന്നെയാണോ ഹോട്ടലാണോ എന്ന്. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഇതാക്കിയല്ലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാപ്പി ഇത് എനിക്ക് വെള്ളം കുടിക്കണം, തണുത്തോളം തീർന്നു പോയി, തണുത്തോളം കുടിച്ചാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വാപ്പി ഓടിപ്പോയി എനിക്ക് മേടിച്ചോട് തന്നെ കേട്ടോ. അത്രയ്ക്ക് സ്നേഹമാണ് വാപ്പിക്ക്. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ കപ്പയും കക്കാറച്ചിയും അതുപോലെ ചിക്കൻ കറിയും അപ്പവും നെയ്പത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.